നാട്ടിലേക്കൊരു യാത്ര പോയാലോ? ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ കോട്ടയത്താണ് താമസിക്കുന്നത്. കോഴിക്കോടാണ് വീട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്തപ്പോഴാണ് ഓർമ്മ വന്നത്, 2 ഫ്രണ്ട്സ് കുറച്ച് ബുക്സ് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാനിരിക്കുമ്പോൾ ഒരു 2 ലിറ്റർ വാട്ടർ ബോട്ടിൽ എൻ്റെ കാലിൻ്റെ വിരലിൽ വീണു. നല്ല വേദനയായിരുന്നു. കുറേ സമയം അതും കൊണ്ട് പോയി. അപ്പോൾ അടുത്ത് ഒരു നെയ്ബർ കാല് പുരട്ടാൻ കുറച്ച് മരുന്നൊക്കെ തന്നു. അതൊക്കെ പുരട്ടി പിന്നെ യാത്ര തുടർന്നു. പിന്നെ വീട്ടിലെത്തി 2-3 ദിവസം കഴിഞ്ഞിട്ടും വേദന പോകാണ്ടായപ്പോൾ ഒന്ന് ഹോസ്പിറ്റൽ കാണിച്ചു കേട്ടോ. അപ്പോൾ എക്സ്റേ എടുത്തപ്പോഴാണ് മനസ്സിലായത്, ഒരു വിരലിന് ചെറിയൊരു ചതവുണ്ടായിരുന്നു. പിന്നെ ടാബ്ലറ്റൊക്കെ കഴിച്ചപ്പോൾ റെഡിയായി. ഞങ്ങൾ വേടൻ ഫാൻസാണ്. അപ്പോൾ വേടൻ്റെ പാട്ടും വെച്ചുകൊണ്ടാണ് യാത്ര. കുറേ ദൂരം വേടൻ്റെ പാട്ടും വെച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. പെരുമ്പാവൂർ മൂവാറ്റുപുഴ ആ ഒരു വഴിയിലൂടെയാണ് പോയത്. പോകുന്ന വഴിക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന ഒരു വീട് കണ്ടു. ഇതാണ് ആ വീട്. മൂവാറ്റുപുഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. നാച്ചുറൽ ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. കുറേ ആന, കുതിര, അങ്ങനെ കുറേ രൂപങ്ങൾ, മൃഗങ്ങളുടെയൊക്കെ രൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് സെയിലിന് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാക്കി വെച്ചത് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. പിന്നെ ഞങ്ങൾ പെരിയാറിൻ്റെ അതിലാണ് പോയത്. അപ്പോൾ പെരിയാറിൻ്റെ ഒരു പോർഷൻ കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി. നല്ല വൈകുന്നേരം നല്ല കാറ്റും സൺസെറ്റൊക്കെ ഉള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ ആ പെരിയാറിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടെ നിന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ കാണുമ്പോൾ മാക്സിമം അവിടെ നിർത്തി ഒന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ വീട്ടിലെത്താൻ ഒരു സമയം എടുക്കും, എന്നാലും കുഴപ്പമില്ല. വല്ലപ്പോഴൊക്കെ അല്ലേ വണ്ടി എടുത്ത് പോവുക. അപ്പോൾ ഇതൊക്കെ കാണാമല്ലോ എന്ന് വിചാരിക്കും. പിന്നെ ആമിമോക്കും ഇങ്ങനെയുള്ള ഈ കാഴ്ചയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. ഈ മലയും പുഴയും കുന്നും ഇതൊക്കെ ഭയങ്കരമായിട്ട് കാണുമ്പോൾ നല്ലൊരു എക്സൈറ്റഡ് ആയിട്ട് അവളുണ്ടാവും, നല്ല എൻജോയ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ മാക്സിമം അവൾക്ക് കാണിച്ചും കൊടുക്കും. പിന്നെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നല്ല ബ്ലോക്ക് കിട്ടിയപ്പോൾ ഒരു ഷോർട്ട് കട്ട് കൂടെ പോകാമെന്ന് വെച്ച്, എയർപോർട്ടിൻ്റെ ഒക്കെ ആ റോഡാണ്, അത്യാവശ്യം അധികം ഒരു തിരക്കൊന്നും ഇല്ലാത്തൊരു വഴിയാണ്. അപ്പോൾ അതിലേ പോകാമെന്ന് പറഞ്ഞു. ഞാനിതുവരെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അതിലേ പോയതാണ്. In 50 meters, at the roundabout, take the second. ആദ്യമായിട്ടൊരു എയർപോർട്ട് കാണാമെന്ന് കരുതിയിട്ട് നല്ല എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് കേട്ടോ ഞാൻ പോയത്. പക്ഷേ സന്തോഷത്തെക്കാളും സങ്കടമാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാനൊരു എയർപോർട്ട് മാനേജ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ എക്സാമൊക്കെ പാസ്സായി, പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യവും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആ ഫീൽഡ് ഒഴിവാക്കേണ്ടി തന്നെ വന്നു. പിന്നെ അവിടെ പോയി പുറത്തുനിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുനിന്ന് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അല്ലാണ്ട് ഇറങ്ങുമ്പോൾ എന്തോ ഒരു വിഷമമായിരുന്നു. അവിടുന്ന് ഇറങ്ങി പിന്നെ ഉച്ചക്ക് കാര്യമായിട്ടൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡിന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. കുറേ ഷോപ്പ് തപ്പി നടന്നു. അങ്ങനെ അപ്പോഴേക്കും രാത്രിയായി. പിന്നെ ഞങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് നല്ല ബിരിയാണി കഴിക്കണമെങ്കിൽ കോഴിക്കോടോ അല്ലെ കണ്ണൂരോ
അവിടെയുള്ള സ്ഥലങ്ങളിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്നത്. മലപ്പുറവും വലിയ കുഴപ്പമില്ലാത്ത ബിരിയാണി കിട്ടും. പക്ഷെ കോട്ടയത്തുള്ള ബിരിയാണി ഞാൻ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കാറേ ഇല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ പാരഗണിലെ ബിരിയാണി കഴിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എറണാകുളം അങ്കമാലിയിൽ ഒരു പാരഗണുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ടേക്കായി യാത്ര. ഹസ്ബൻഡിന് പനിയായതുകൊണ്ട് ബിരിയാണീനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബിരിയാണി വാങ്ങി ഞാനും അമ്മിമോളും നന്നായിട്ട് കഴിച്ചു കേട്ടോ ബിരിയാണി. ഹസ്ബൻഡ് കുറച്ച് കഴിച്ചുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു ആ ഹോട്ടൽ കാണാൻ. പുറത്ത് കുറേ പ്ലാന്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു രാത്രി. ഫുഡും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ബിരിയാണി. കുറേ കാലം ബിരിയാണി കഴിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഒരു ഫുൾ ബിരിയാണി ഒന്നും കഴിക്കുന്ന ആളല്ല, പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ ആ ഫുൾ ബിരിയാണി നന്നായിട്ട് കഴിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. രാത്രി ഒരു 7:30 ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിർത്താതെ ഒരു പോക്കാണ്. ഒന്നാമത് പെരുന്നാളിൻ്റെ തലേന്നാണ്. ഇവിടെ ഒന്നും അങ്ങനെ ഒരു പെരുന്നാളിൻ്റെ ഫീലില്ല. പക്ഷേ കുറേ കഴിഞ്ഞ് മലപ്പുറമൊക്കെ എത്തിയപ്പോഴാണ് നാളെ പെരുന്നാളാണുള്ളൊരു ഫീല് വന്നത്. ഷോപ്പൊക്കെ നല്ല ക്രൗഡഡ് ആയിരുന്നു. ഒരു 10 മണി 12 മണിയൊക്കെ ആയിട്ടും ഷോപ്പിലൊക്കെ നല്ല ആളായിരുന്നു. പിന്നെ അതുപോലെ കോഴിക്കോടും കൊയിലാണ്ടിയും ഒക്കെ നല്ല നല്ല ആളുണ്ടായിരുന്നു ആ സമയത്തും. ഒരു 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. ഹസ്ബൻഡിൻ്റെ അമ്മ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി വേഗം കിടന്നുറങ്ങി. അപ്പോൾ ബൈ.